കഴിഞ്ഞ ദിവസം ഇവിടെ ശക്തമായ മഴയായിരുന്നു, അതും ഇടിമിന്നലോട് കൂടിയ മഴ. ആ ഒരു മഴക്കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പതിവ് പോലെ രാവിലെ ഷോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ കാർമേഘമൊക്കെ കണ്ട് ഇരുണ്ട് മൂടി വരുന്നു. കൂടെ തണുത്ത കാറ്റുണ്ടായിരുന്നു. കുറച്ച് സമയം ഞാനതങ്ങനെ ആസ്വദിച്ച് പുറത്തു നിന്നു. പെട്ടെന്നാണ് മഴ പെയ്തത്. ഞാനങ്ങനെ ഉള്ളിലേക്ക് കയറി. ഇത് ഷോപ്പിലേക്ക് ജ്യൂസ് ഇറക്കാൻ വന്ന സപ്ലയറാണ്. ഇന്നിനി ആളുകളൊന്നും സാധനം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങില്ല. എല്ലാവരും വീട്ടിലിരുന്ന് ഓൺലൈൻ വഴിയായിരിക്കും ഓർഡർ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ആദ്യത്തെ ഓർഡർ വന്നു. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. നാട്ടിലായാലും ഇവിടെ ആയാലും മഴ പെയ്യുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. പക്ഷേ നാട്ടിലുള്ള മഴ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡെലിവറി ലൊക്കേഷനിലെത്തി. സാധനങ്ങളൊക്കെ എടുത്ത് നേരെ വില്ലയുടെ മുന്നിലേക്ക്. വില്ലയുടെ മുന്നിൽ ചെറിയൊരു കവാടമുണ്ടായതുകൊണ്ട് അതിന്റെ തണലിലങ്ങനെ മഴ കൊള്ളാണ്ട് നിന്നു. ഒരു അറബി വീടായിരുന്നു. അവിടെ സാധനമൊക്കെ കൊടുത്ത് ഞാൻ നേരെ വണ്ടി ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു. ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ദിൽഷാദ് നിറപുഞ്ചിരിയോടെ സാധനവുമായിട്ട് വരുന്നുണ്ട്. അടുത്ത ഓർഡറുമായിട്ടാണ് അവൻ്റെ വരവ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് സാധനവുമായിട്ട് ഞാൻ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. അങ്ങനെ രണ്ടാമത്തെ ലൊക്കേഷനിലെത്തി സാധനങ്ങളൊക്കെ കൊടുത്തു. ഇനി നേരെ റൂമിലേക്ക് പോകണം. റൂമിൽ നിന്നും ഒരാളെ പിക്ക് ചെയ്ത് ഷോപ്പിലേക്ക് എത്തിക്കണം. ഇത് നമ്മളെ മാനേജർ ക്ലാസിക്ക. അങ്ങനെ മൂപ്പര് ഷോപ്പിലെത്തിയ ശേഷം വീണ്ടും ഒരുപാട് ഓർഡറുകൾ പോയി. രാവിലെ 8-ന് തുടങ്ങിയ മഴ വൈകിട്ട് 3 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ.